നാരായണൻ്റെ ഒരു എഴുതി തുടങ്ങുമ്പോൾ ഈ കഥ ചിന്തിച്ചു തുടങ്ങുമ്പോൾ തന്നെ നാരായണൻ മമ്മൂക്കയായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം മമ്മൂക്ക നേരത്തെ ചെയ്ത സിനിമകളായിരിക്കും കുടുംബം, അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകൾ മമ്മൂക്കയുടെ ഒരുപാട് ഹിറ്റായ സിനിമകളുണ്ട്. ഇപ്പം വാത്സല്യമാണെങ്കിലും തനിയാവർത്തനമാണെങ്കിലും ഒക്കെ അതിൽ നിന്നാണ് മമ്മൂക്കയിൽ എത്തുന്നത്. ഇപ്പം ഈ സിനിമ കണ്ടിട്ട് ഇപ്പം പലരും പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കാസ്റ്റിംഗ് അതെനിക്ക് അപൂലം കിട്ടിയിട്ടുണ്ട്. ഈ നമ്മുടെ സിനിമകൾ വിദേശത്ത് കളിക്കുന്ന സമയത്ത് ഇതാരാണെന്നുള്ള ആർക്കും അറിയില്ല. ഇപ്പം ഇത് സലീം കുമാറാണ് അറിയില്ല, ഇത് സുരാജാണ്, അല്ലെങ്കിൽ ഇത് കലാമണിയൊന്നും അവർക്കറിയില്ല. അവർ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് തന്നെ അന്ന് പറഞ്ഞിരുന്നത് കാസ്റ്റിംഗ് സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇന്നും പറയുന്നതും ഈ സിനിമയും പറയുന്നത് സൂപ്പർ കാസ്റ്റിംഗ് ആണെന്ന് പറയുന്നത്. അത് നമ്മൾ കഥ എഴുതിയതിന് ശേഷം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ആ കഥാപാത്രം വന്നാൽ അതിന് 100% യോജിക്കുന്ന ഒരാൾ, അവിടെയാണ് ഓരോ താരങ്ങളിലേക്ക് എത്തുന്നത്. ഞാൻ മധുവമ്പാട്ട് എന്ന് പറയുന്ന പിന്നെ ക്യാമറാമാൻ്റെ സിനിമകൾ കണ്ടിട്ടുണ്ട്. എനിക്ക് നേരിട്ട് ഒരു പരിചയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാമിൻ്റെ മകൻ അബൂല് ഞാനിങ്ങനെ ആലോചിച്ചു, ഇതാര്? സിനിമ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടാണ് ഞാൻ അല്ലെങ്കിൽ ആര് മ്യൂസിക്, ആരാണ് ക്യാമറ, ആരാണ് BGM. അങ്ങനെയാണ് ഞാൻ മധുസാറൻ എന്നുള്ള ഒരു ആലോചനയിലെത്തുന്നത്. ഒരു മുൻപരിചയവും ഇല്ല. അങ്ങനെ ഞാൻ വിളിച്ചു, പുള്ളിയുടെ ചെന്നൈയിലുള്ള വീട്ടിൽ ചെന്ന് സംസാരിക്കുകയാണ്. കൊടുത്ത് പറഞ്ഞു ഇങ്ങനെ. അപ്പം പുള്ളി പറഞ്ഞു, ഞാൻ ഭരതൻ മരിച്ചതിന് ശേഷം സിനിമകളൊന്നും ചെയ്തിട്ടില്ല, അപ്പം നമുക്ക് നിങ്ങളുടെ കഥ കേൾക്കാമെന്ന് പറഞ്ഞ് തൊട്ടടുത്തുള്ള മുറിയിൽ കയറി ഇരുന്ന് ഞാൻ കഥ പറയാം. ഞാൻ കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളി പിന്നെ ഷെയ്ഖേൻ്റെ എന്നിട്ട് വന്നിട്ട് പറഞ്ഞു, ഇത് നമ്മൾ ചെയ്യുന്നു. ഇത് ഞങ്ങൾ പിന്നെ നല്ല അടുപ്പമായി, ഏറ്റവും നല്ല സുഹൃത്തുക്കളായി കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോദിച്ചു, സാറേ അന്ന് നിങ്ങൾ എന്ത് ധൈര്യത്തില്ല, എന്താണ് ഞാനാണ്, എൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല, എങ്ങനെ എനിക്ക് എന്നോട് കൂടെ സിനിമ ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ കഥ പറയുമ്പോൾ സിനിമയായിരുന്നു മുന്നിൽ, ഞാൻ ആ വിഷ്വൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പം 3 സിനിമകളിലും മധുസാറുണ്ട്, റസൂൽ പൂക്കുട്ടിയുണ്ട്. അപ്പോൾ അതൊക്കെ എന്താ പറയുക, ഇതിനൊക്കെ അപ്പുറം നമ്മുടെ ഒരു സൗഹൃദം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സുകൾ തമ്മിലുള്ളൊരു അടുപ്പം, അല്ലെങ്കിൽ എന്താ പറയുക, എന്നെ ഉൾക്കൊള്ളുക, അല്ലെങ്കിൽ എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള അത്രയും നല്ലൊരു അടുപ്പമാണ് ഞങ്ങൾ തമ്മിലുള്ള ഈ കോമ്പിനേഷൻ്റെ ഒരു സക്സസ്. നമ്മുടെ ഒരു തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത് വെച്ചാൽ, എന്താണ് അവാർഡ് സിനിമ? ഒരു സിനിമയ്ക്ക് അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് ആ സിനിമ അംഗീകരിക്കപ്പെടുകയാണ്. ഒരു സിനിമ അംഗീകരിക്കപ്പെടുമ്പോൾ അത് പ്രേക്ഷകന് കാണാൻ കൊള്ളാവുന്നതല്ല എന്ന് എങ്ങനെയാണ് പറയുന്നത്? തമിഴ്നാട്ടിലാണെങ്കിലും പിന്നെ മറ്റു ഭാഷകളിലാണെങ്കിലും ഒരു സിനിമയ്ക്ക് അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് പിന്നെ ആളുകൾ കൂടുക. ഇപ്പം കാക്കമുട്ടൈ എന്ന് പറയുന്ന സിനിമ അവിടെ റിലീസ് ചെയ്തത് ഒരുപാട് അവാർഡുകൾ കിട്ടിയ ശേഷം, അപ്പോൾ ആളുകൾ ആ സിനിമയ്ക്ക് ഇടിച്ചു കയറുക. അപ്പം നമുക്കെന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് പറയുന്നത് ഞാൻ എത്തിപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന്, അല്ലെങ്കിൽ എൻ്റെ ചിന്തയിൽ വരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ ഇറങ്ങിയിരുന്ന അവാർഡ് സിനിമകൾ എന്ന് പറയുന്ന സിനിമകൾ ആളുകൾക്ക് മനസ്സിലാവാതെ വളരെ ഇഴച്ചിലുള്ള സിനിമകൾ, ഇതിൽ നിങ്ങൾ വീട്ടിലിരുന്ന് ആലോചിച്ചിട്ടൊക്കെ സിനിമയുടെ കഥ കണ്ടെത്തുക, അങ്ങനെ ആ രീതിയിലുള്ള സിനിമകളെയാണ് അവാർഡ് സിനിമ എന്ന് പറയുന്നത്. എൻ്റെ സിനിമ എന്ന് പറയുന്നത് ഒരാൾക്കും മനസ്സിലാവാതെ ഒന്നും ഈ സിനിമയിലില്ല. ഞാൻ സിനിമ എടുക്കുമ്പോൾ മുന്നിൽ കാണുന്നത് ഈ നാട്ടിലെ നാട്ടും പുറത്തുകാരായ സാധാരണക്കാരനെ മനസ്സിൽ കണ്ടത്, ഒരു സാധാരണക്കാരനെ മനസ്സിൽ കണ്ടിട്ടാണ് സിനിമ ചെയ്യുന്നത്. ഈ 3 സിനിമകളും ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ മുന്നിൽ ഈ നാട്ടിലെ സാധാരണക്കാരനായ പ്രേക്ഷകനാണ്. നമ്മൾ ഫോർട്ട് കൊച്ചിയിലും കോവളത്തും പിന്നെ വർക്കലയിലൊക്കെ ചെന്ന് ചില ഹോട്ടലുകളുണ്ട്, അത് ഫോറിനേഴ്സിന് വേണ്ടിയിട്ട് മാത്രമാണ്. അവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നതും അവർ ഉദ്ദേശിക്കുന്നതും ഈ ഫോറിൻ ബിസിനസ് അല്ലെങ്കിൽ ഈ ഫോറിനേഴ്സിൻ്റെ കച്ചവടം മാത്രമാണ്. നമ്മുടെ നാട്ടുകാരെ അവർ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ മനസ്സിൽ കാണുന്നത് നമ്മുടെ നാട്ടിൻ പുറത്തൊരു നാടൻ ചായക്കട, അതായത് നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഇവിടുത്തുകാർക്ക് വേണ്ടിയിട്ടുള്ള സിനിമയാണ്. ഇപ്പോൾ ഇനി ആ സിനിമയിൽ അല്ലെങ്കിൽ ആ ഹോട്ടലിൽ നല്ല ഭക്ഷണം പാകം ചെയ്തിട്ടുണ്ടല്ലോ, അവിടുത്തെ പൊറോട്ട കൊള്ളാം അല്ലെങ്കിൽ അവിടുത്തെ പുട്ട് കൊള്ളാമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വിദേശി വന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഒരു വിരോധമില്ല. നമ്മുടെ ഒരു സിനിമ, നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട്, എന്നെപ്പോലുള്ള സിനിമാക്കാർക്കുള്ള തെറ്റിദ്ധാരണ, അല്ലാണ്ട് ആളുകളുടെ തെറ്റിദ്ധാരണ. നമ്മുടെ ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നതേ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടൂ എന്നില്ല. നല്ലത് കൊടുത്താൽ ഇവിടെ എന്നും തിയേറ്ററിൽ ആളുകൾ എത്തിയിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് പത്തേമാരി തന്നെയാണ്. അപ്പം നമ്മൾ ആളുകൾക്ക് ഇന്നതാണ് ഇഷ്ടം എന്ന് നമ്മൾ എന്താ പറയുക, ഇതാണ് വേണ്ടത് എന്ന് നമ്മൾ തീരുമാനം എടുക്കുന്നിടത്താണ് പ്രശ്നം വരുന്നത്. ഒരു സിനിമ അതൊരു നല്ല സിനിമയായ ഇവിടെ കാണാൻ ആളുകളുണ്ട്. പിന്നെ നമ്മുടെ താരങ്ങൾ, ഇപ്പം മമ്മൂക്കയാണെങ്കിലും ലാലേട്ടനാണെങ്കിലും, ഈ നമ്മുടെ താരങ്ങൾ ഇത്തരം സിനിമകളോട് സഹകരിക്കുന്നത് പോലെ വേറെ ഏത് ഭാഷകൾ, ഏത് താരങ്ങൾ സഹകരിക്കുന്നുണ്ട്? ഞാൻ തമിഴിലൊരു സൂപ്പർ സ്റ്റാറിനെ വെച്ച് സിനിമ ചെയ്യാൻ പോയതാണ്. ഞങ്ങൾ ഫസ്റ്റ് ഡിസ്കഷനൊക്കെ കഴിഞ്ഞാണ്. അപ്പം അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ശമ്പളം എന്ന് പറയുന്നത് 17-20 കോടി രൂപ വരെയാണ്. അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ ഒരു സിനിമയ്ക്ക് 75 കോടി രൂപ വരെ ബിസിനസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുമ്പോൾ 75 കോടി രൂപയുടെ സിനിമ ചിന്തിക്കൂ.
ഒരു സാധാരണക്കാരനായിട്ട് ഇത്തരം താരങ്ങളിൽ എത്ര പേർ അഭിനയിക്കാൻ റെഡിയാവും? അപ്പോൾ ഈ മമ്മൂക്കയും ഇങ്ങനെയുള്ള നമ്മുടെ താരങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഏറ്റവും വലിയ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ താരങ്ങളല്ല, ഇവർ മികച്ച അഭിനേതാക്കളാണ്. അവിടെയാണ് വ്യത്യാസം. അതാണ് മമ്മൂക്കയും ലാലേട്ടൻ്റെയൊക്കെ ഒരു വ്യത്യാസം. മറ്റു ഭാഷകളിലെ സൂപ്പർ സ്റ്റാറിനെ പോലെയല്ല ലാലേട്ടനും മമ്മൂക്കയും. അത് ഓരോരുത്തരുടെ തീരുമാനമാണ് ഞാനെന്ത് ചെയ്യണം എന്നുള്ളത്, അല്ലെങ്കിൽ ഞാൻ സിനിമയെ എങ്ങനെ കാണുന്നു എന്നുള്ളതിൽ നിന്നാണ് എൻ്റെ സിനിമ ഉണ്ടാകുന്നത്. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. മലയാളത്തിൽ തന്നെ വൻകിട പ്രൊഡ്യൂസേഴ്സിനെ ഞാൻ ചെന്ന് കണ്ടിട്ട് സിനിമ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ആരും തയ്യാറാവുന്നില്ല. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സിനിമ ചെയ്യാൻ ആളുകൾ തയ്യാറാവാത്തതിൽ നിന്നാണ് എനിക്ക് സിനിമയ്ക്കിലേക്ക് ഇറങ്ങേണ്ടി വരുന്നത്. അപ്പോൾ മനസ്സിലായത് ഇത്ര വലിയൊരു സിനിമ ചെയ്യാനുള്ള അത്രയും സാമ്പത്തിക ശേഷിയുള്ള ഒരാളും അല്ല ഞാൻ. പക്ഷെ നമ്മളത് ഇറങ്ങുകയാണ്, സിനിമയിലേക്ക് അങ്ങ് ഇറങ്ങുകയാണ്. അപ്പം ഒരു ഷെഡ്യൂൾ കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ എൻ്റെ 2 സുഹൃത്തുക്കളെ ഇതിൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് ആക്കുന്നത്. അപ്പോൾ അത് എൻ്റെ മനസ്സിലുള്ള സിനിമ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക, നല്ല സിനിമകൾ ചെയ്യുക. 2 വർഷം കൂടുമ്പോഴാണെങ്കിലും ഒരു സിനിമ ചെയ്യുമ്പം നല്ല സിനിമ ചെയ്യുക എന്നുള്ളതാണ്. അത് ഓരോരുത്തരുടെ മനസ്സിലാണ്. ഞാൻ എങ്ങനെ സിനിമയെ കാണുന്നത്, അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുള്ള സിനിമ എന്നുള്ളതിൽ നിന്നാണ് നമ്മുടെ സിനിമകൾ ഉണ്ടാവുന്നത്. ഇവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാരും മലയാള സിനിമയെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല. അത് അവരുടെ ബിസിനസ്സാണ്. അവർ എത്രത്തോളം അത് ഓരോരുത്തരുടെ, ഞാൻ പറഞ്ഞില്ല, ഒരു പേഴ്സണലാണ്. ഞാൻ എന്തിന് സിനിമ ചെയ്യുന്നു എന്നുള്ളത് പോലെ തന്നെ ഒരു തിയേറ്റർ ഓണർ എന്തിനാണ് ആ സ്ഥാപനം കൊണ്ടു നടക്കുന്നത്. അയാൾ ബിസിനസ്സാണ്. ആര് കൂടുതൽ വരും, ഒരു കമ്മിറ്റ്മെൻറ്റും ആരോടും ഇല്ല. അയാളുടെ കളക്ഷൻ മാത്രമേ അയാൾ നോക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളതിൽ നിന്നാണ് അതിന് നമ്മുടെ സർക്കാർ തിയേറ്ററുകൾ ഉണ്ടാവുക, അല്ലെങ്കിൽ സിനിമയെ സ്നേഹിക്കുന്നവരുടെ ഒരു കൂട്ടം ഉണ്ടാവുക. അതിൽ നിന്നൊക്കെ അതിനൊരു മാറ്റം ഉണ്ടാവുള്ളൂ.